നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ശരീരത്തിലേക്ക് കുത്തി കയറും വിധം ചുളുചുളൂന്ന് ശീതക്കാറ്റ് വീശുന്ന ഒരു പ്രദേശത്ത് നമ്മൾ പെട്ടുപോയെന്ന് വിചാരിക്കുക. അപ്പോൾ ആരെങ്കിലും നമുക്കൊരു പുതപ്പ് നൽകുകയാണെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും അല്ലേ? അന്ന് ബേത്ലഹേമിലെ ഡിസംബർ മാസത്തിലെ മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ, മരം കോച്ചുന്ന ആ തണുപ്പത്ത് ഈ മണ്ണിലേക്ക് പിറന്നു വീണ ഉണ്ണി യേശുവിന് എന്തൊരാശ്വാസമായിരിക്കും പരിശുദ്ധ അമ്മ നൽകിയ, അമ്മ പുതപ്പിച്ച ആ പിള്ളക്കച്ച. എത്രയോ വാത്സല്യത്തോടെ, ഭയഭക്തി ആദരങ്ങളോടെ, സ്നേഹത്തോടെ ആയിരിക്കും പരിശുദ്ധ അമ്മ തൻ്റെ ഉദരത്തിൽ നിന്നും പിറക്കുവാൻ പോകുന്ന ദൈവപുത്രന് പിള്ളക്കച്ച ഒരുക്കിയത്. തൻ്റെ കുഞ്ഞിൻ്റെ മൃദുലമായ മേനിയെ സ്പർശിക്കുവാനുള്ള ആ തിരുവസ്ത്രം എത്രയോ സൂക്ഷ്മതയോടെയായിരിക്കും അമ്മ തൻ്റെ കൈകൾ കൊണ്ട് നെയ്തെടുത്തത്. ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിക്കായി നമ്മൾ ഒരുങ്ങുന്ന ഈ നാളിൽ സ്നേഹത്തിൻ്റെ ഒരു പിള്ളക്കച്ചയാകാൻ എനിക്ക് കഴിഞ്ഞാൽ ഈശോയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും. എങ്ങനെയാണ് ഞാനൊരു സ്നേഹത്തിൻ്റെ പിള്ളക്കച്ചയാവുക? എൻ്റെ ഭവനത്തിൽ എൻ്റെ സാന്നിധ്യം എൻ്റെ അപ്പന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ ഞാൻ അവർക്ക് ഒരു സ്നേഹത്തിൻ്റെ പിള്ളക്കച്ചയാവുകയാണ്. എൻ്റെ അയൽക്കാർക്ക്, ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ, കലാലയത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സംരക്ഷണത്തിൻ്റെ ബലമേവുകയാണെങ്കിൽ ഞാൻ അവർക്ക് സ്നേഹത്തിൻ്റെ ഒരു പിള്ളക്കച്ചയാവുകയാണ്. ഒന്നും ചെയ്യുവാൻ ശേഷിയില്ലാതെ രോഗത്തിൻ്റെ, വാർദ്ധക്യത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ നിസ്സഹായതയിൽ കഴിയുന്ന ജീവിതങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഒരു പിള്ളക്കച്ചയായി മാറുകയാണ്. കൂട്ടുകാരെ, ഈ ക്രിസ്മസ് നാളിൽ കൊച്ചു കൊച്ചു നന്മ പ്രവർത്തികളിലൂടെ തണുത്ത് വിറയ്ക്കുന്ന നമ്മുടെ ഉണ്ണിക്കുട്ടന് നമുക്കും ഒരു പിള്ളക്കച്ചയാകണ്ടേ?